നാച്ചുറൽ ടിയർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എപ്പിസിയോട്ടോമി അഡ്വൈസബിൾ. ആൻഡ് ദ റേറ്റ് ഷുഡ് ബി WHO അല്ലെങ്കിൽ ACOG ഒക്കെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന റേറ്റ് ഇസ് ബിലോ 20% എന്തായാലും. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ അത് 95% ആണ്. എല്ലാവരും അല്ല, ചില ഡോക്ടേഴ്സ് നമ്മളിങ്ങനെ സംസാരിക്കുകയാണ് എപ്പി ഇല്ലാതെ ചെയ്യാൻ പറ്റുമായിരിക്കുമോ, അയ്യോ അത് പറ്റത്തില്ല, അതെങ്ങനെ ചെയ്യാനായി, ഈ നാച്ചുറൽ ടിയർ വരുന്നത് ഇങ്ങനെ പറഞ്ഞ് സ്കെയർ ചെയ്യും. ഇന്ത്യയിൽ തന്നെ നമുക്ക് വി ഹാവ് എ ഹോസ്പിറ്റൽ ഇൻ ഹൈദരാബാദ്, ഫെർണാണ്ടസ് ഹോസ്പിറ്റൽ. അവരവരുടെ 2022 ഡാറ്റ പുറത്തുവിട്ടു. സ്പോണ്ടേനിയസ് വാജിനൽ ബർത്തിനകത്ത് നാച്ചുറൽ ടിയറിന് അവർ വിട്ടുകൊടുക്കുമ്പോൾ ഏനൽ ടിയർ വന്നാൽ <1% ആണ്. പക്ഷെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊരു ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പറയാൻ പറ്റില്ല. ലൈക്ക് ദേ വിൽ സേ ഇറ്റ് വിൽ ഗോ ഇൻ ടു ദ ഏനൽ, പിന്നെ അത് ഭയങ്കര പ്രോബ്ലമാണ്, അത് ഭയങ്കര കോമൺ ആണ് ഏനലിനകത്തോട്ട് ടിയർ പോകുന്നത്, അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ടിയർ പോയാൽ റിപ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ദാറ്റ് ഈസ് വെരി റെയർ. ശരിക്കും ഓൾട്ടർനേറ്റീവ് പുഷിങ് പൊസിഷൻസ് കൊടുക്കുകയാണ്. ഇങ്ങനെ എക്സ്റ്റേണലി പുഷ് ചെയ്യിപ്പിക്കാതെ റിലാക്സ് ആയിട്ട് പുഷ് ചെയ്യുകയാണെങ്കിൽ ദ ടിയർ വിൽ ബി ലെസ്. ബട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ പുഷ് എന്ന് പറഞ്ഞ് സ്ട്രെസ് ആക്കിയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് പുഷിങ് പൊസിഷൻ കൊടുക്കുക, കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡിൽ കിടന്നിട്ടല്ലാതെ സ്ക്വാട്ട് ചെയ്തിട്ടോ ലഞ്ചസ് ചെയ്തിട്ടോ